രമേശ് ചെന്നിത്തല എം.എൽ.എ ഉണ്ട്, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെയും വലിയ തോതിൽ ഗൂണ്ടാക്രമണം, പോലീസിന് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല? നികേഷ്, ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ ഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധന്മാരുടെയും പറുദീസയായി മാറിയിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ്. നമ്മുടെ ഗുണ്ടകൾ, അകത്ത് കിടക്കേണ്ട ഗുണ്ടകളൊക്കെ പുറത്താണ്. വാസ്തവത്തിൽ ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഓപ്പറേഷൻ സുരക്ഷ എന്നൊരു പദ്ധതി നടപ്പാക്കി. മുഴുവൻ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും സ്ഥിരം ഗുണ്ടകളുടെ ലിസ്റ്റ് പോലീസ് സ്റ്റേഷനുണ്ട്, കേടികളുടെ ലിസ്റ്റുണ്ട്, ഹിസ്റ്ററി ഷീറ്റേഴ്സിന്റെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റുകൾ പരിശോധിച്ച ശേഷം ഈ ഗുണ്ടകൾ പലരും ജാമ്യം എടുക്കാതെ നാട്ടുകാരെ വേറിട്ട് നടക്കുകയാണ്. ഈ കേസിൽ പ്രതികളായ ആളുകൾ പോലും ജാമ്യം എടുക്കാറില്ല. ഇതെല്ലാം കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ പരിശോധിച്ച് അങ്ങനെയുള്ളവരുടെ പേരിൽ നടപടിയെടുക്കുകയും ആ ജാമ്യമെടുക്കാത്ത ഇതുപോലുള്ള ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാരെ അകത്താക്കുകയും ചെയ്യുന്ന നടപടി ഉണ്ടായാൽ മാത്രമേ ഇത് നിൽക്കാൻ പോകുന്നുള്ളൂ. അതായത് ഒരു സംസ്ഥാന വ്യാപകമായ റെയ്ഡ് ആവശ്യമായി വരുന്നു. സംസ്ഥാന ആഭ്യന്തരമന്ത്രി സ്ഥലത്തില്ലതാൻ. ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ടെന്ത് കാര്യം? അദ്ദേഹത്തിന് യാതൊരു നിയന്ത്രണം ഈ കാര്യത്തിലൊന്നുമില്ല. അതൊക്കെ വേറെ ആളുകളാണ് ഭരിക്കുന്നത്. അദ്ദേഹം ഒന്നും അറിയുന്ന പോലുമില്ല. ഏതായാലും ആ ഭരിക്കുന്നവരെങ്കിലും ഒന്ന് നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞാനിന്നിപ്പോൾ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂരിലെ എല്ലാ പത്രങ്ങളിലും ഇന്നത്തെ വാർത്തകൾ ഗുണ്ടകൾ തമ്മിലുള്ള അടി, പുറത്തിറങ്ങിയ ഗുണ്ടകയ്ക്ക് സ്വീകരണം കൊടുക്കാൻ വേണ്ടി കൂടിയ മദ്യ സൽക്കാരത്തിൽ കാപ്പ കേസിലെ പ്രതി പങ്കെടുക്കുന്നു. ഇതെല്ലാമാണ് ഇന്നത്തെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ വാർത്ത. അപ്പൊ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരള വ്യാപകമായി ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ഇതുപോലെ കാപ്പ കേസിലെ പ്രതികളും ഒക്കെ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. ആര് ചോദിക്കാനാണ്? ഇവർക്കൊക്കെ പ്രാദേശിക തലത്തിൽ CPM-ന്റെ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപടിയെടുക്കാത്തത്. ഇവിടെ വേണ്ടത് എന്താണ്? ഒരു വലിയ ഓപ്പറേഷനാണ് വേണ്ടത്. മുഖം നോക്കാതെ മുഴുവൻ ഗുണ്ടകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഈ ജാമ്യം എടുക്കാതെ പ്രതികൾ നാട്ടിലിറങ്ങി വിലസുക. കാരണം പോലീസ് പിടിക്കുന്നില്ല, അല്ലെ പോലീസ് ചോദ്യം ചെയ്യുന്നില്ല. ഇതുപോലെ കാപ്പ കേസിൽ പ്രതികളാകേണ്ടവർ പോലും നാട്ടിലിറങ്ങി സ്വൈര്യവിഹാരം നടത്തുക, പാവപ്പെട്ട ആളുകളെ മർദ്ദിക്കുക, ഭവന ഭേദനം നടത്തുക, ഗുണ്ട പണികളുമായിട്ട് പോകുന്ന കൊട്ടേഷൻ സംഘങ്ങൾ വളരെ വ്യാപകമാണ് കേരളത്തിൽ. ഇവരാണ് മദ്യവും മയക്കുമരുന്നിന്റെയും ഒരു വലിയ കേന്ദ്രം. ഇവരാണ് എന്റെ ശൃംഖലയാണ് ഇവര്. ഇതെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ കാണണം. നോക്കൂ, പല ഘട്ടങ്ങളിലും ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതത് കാലഘട്ടങ്ങളിൽ ഈ നിലയിൽ ഓപ്പറേഷൻ നടത്താറുണ്ട്. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ ഓപ്പറേഷൻ എന്താണ് DGP ചെയ്യുന്നത്? ഇതിപ്പോ ആഭ്യന്തരമന്ത്രി വേണമെന്നൊന്നുമില്ല. DGPക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ DGPക്ക് അറിയാമല്ലോ. ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ADGP ആയിരുന്നു. അന്ന് ഇത്തരം ഓപ്പറേഷൻ നടത്തിയതിന്റെ ഒരു ഭാഗമായിരുന്നു അദ്ദേഹവും. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇത്. പൊളിറ്റിക്കൽ നെക്സസ് വിത്ത് ഗൂണ്ടാസ് ആൻഡ് ഡ്രഗ്സ്, ഇതെല്ലാം ചേർന്നുള്ള ഒരു വിഷ്യസ് സർക്കിൾ കേരളത്തിൽ വ്യാപകമായി രൂപപ്പെട്ടു വരികയാണ്. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് പോലും വഴി നടക്കാൻ പ്രയാസമായിരിക്കുന്നത്. കുപ്രസിദ്ധ ഗുണ്ടകൾ അവരെല്ലാം ഇന്ന് പുറത്താണ്. ഞാൻ ആരുടെ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ജയിലിൽ കഴിയേണ്ട കുപ്രസിദ്ധ ഗുണ്ടകൾ പോലും പലതരത്തിൽ പുറത്തു വന്ന് അവരുടെ നേതൃത്വത്തിലാണ് ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളും മയക്കുമരുന്നിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ വ്യാപകമായി നടക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ പണമാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ പൊളിറ്റിക്കൽ സ്വാധീനമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാതെ സ്വൈര്യമായി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. വിഷയത്തിൽ പ്രതികരിച്ചതിന് അലമീനിലേക്ക് തിരികെ പോകുന്നു. അലമീൻ,